സങ്കീർത്തനങ്ങൾ 87 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തന്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയേക്കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു. ഫിലിസ്തീനിലും ടയറിലും എത്യോപ്യയിലും വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു. സകലരും അവിടെ ജനിച്ചതാണെന്ന് സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. എന്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. ഓർമ്മിക്കുക, കർത്താവ് സ്ഥാപിച്ച നഗരമാണ് മറിയം. അവളാണ് സിയോൻ. മഹത്തായ കാര്യങ്ങൾ അവളെക്കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്. എല്ലാ തലമുറയും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത് അവളെയാണ്. എല്ലാവരും അവളിൽ നിന്ന് ജനിച്ചവരാണ്. അവളെ സുസ്ഥാപിതയും മഹനീയവുമാക്കിയത് ദൈവം തന്നെയാണ്. ജെറുസലേമിന്റെ അനുഗ്രഹീത പുത്രിയാണ് മറിയം. രാജാവിനിരിപ്പിടമായി നിലകൊള്ളുന്ന സിംഹാസനവും മറിയം തന്നെ. ദൈവത്തിന്റെ വാസസ്ഥലമായി സോളമൻ നിർമ്മിച്ച ആലയം മറിയത്തിന്റെ പ്രതീകമാണ്. അവളിലാണ് ദൈവമഹത്വം നിഴൽ വിരിച്ചത്. അവളാണ് വിശ്വാസത്തിൽ ജനപദങ്ങളെ ചേർത്തു നിർത്തുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, ഓ ദൈവപുത്ര, അവിടുത്തെ കൂടാരങ്ങൾ എത്ര മധുരതരം! കുരുവി അതിനു വസിക്കാൻ ഒരു വീടും ചെങ്ങാലി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തി. മറിയമാകുന്ന ഭവനത്തിൽ വസിക്കുന്ന മനുഷ്യൻ എത്ര ഭാഗ്യവാൻ! ദൈവമേ, അങ്ങാണല്ലോ അവിടെ ആദ്യമായി വസിച്ചവൻ. അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! 9 പീയൂസ് പാപ്പ പ്രസ്താവിക്കുന്നു, വിശുദ്ധ പർവ്വതങ്ങളിൽ അടിസ്ഥാനമുറപ്പിച്ച തിളങ്ങുന്ന ദൈവനഗരമാണ് മറിയം. നാമും പ്രതിസന്ധികളിലൂടെ ജീവിത വഴിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതിസന്ധികൾ പരിഹരിച്ചു മുന്നേറുവാൻ ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന് ഏറ്റവും ലളിതമായ മാർഗം മറിയമാണെന്നും മറിയത്തോട് ചേർന്നുള്ള ജീവിതം നിരാശയ്ക്ക് അടിസ്ഥാനമില്ലാത്ത ജീവിതമാണെന്നുമുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ മാമരിയേ, ജപമാല മണിയിൽ വിളങ്ങുമമ്മേ. അമ്മേ മരിയേ മാമരിയേ, ജപമാല മണിയിൽ വിളങ്ങുമമ്മേ. ജപമാല ചൊല്ലുമ്പോൾ ഈശോയെ കണ്ടു ഞാൻ. ഈശോ തൻ സ്നേഹത്താൽ ഉള്ളാകെ നിറഞ്ഞേ. അമ്മ തൻ വാത്സല്യം വാരിപ്പുണർന്നെന്നെ. ജീവിതം ഈശോയ്ക്കായി നൽകിടുവാൻ ഈ ലോക ജീവിതം ആനന്ദപൂർണമേ. അമ്മ തൻ തണലിലെങ്കിൽ. അമ്മേ മരിയേ മാമരിയേ, ജപമാല മണിയിൽ വിളങ്ങുമമ്മേ.
സഹനത്തിൻ ഭാരത്താലെൻ മനം നിറയുമ്പോൾ, രോഗത്തിൻ പീഡയാൽ കനലോളം നീറുമ്പോൾ, അമ്മ തൻ സാന്നിധ്യം ഹൃദയത്തിൽ ആശ്വാസം, താങ്ങുന്ന കരം നീട്ടി മാറോട് ചേർക്കുന്നു. അമ്മ തൻ സാന്നിധ്യം ഹൃദയത്തിൽ ആശ്വാസം, താങ്ങുന്ന കരം നീട്ടി മാറോട് ചേർക്കുന്നു. ഇരുളിൽ വഴിയായി നീ കൂടെ, അമ്മേ മരിയേ മാമരിയേ, ജപമാല മണിയിൽ വിളങ്ങും അമ്മേ. പാപത്തിൻ കാർമേഘം ആത്മാവിൽ പടരുമ്പോൾ, ഭയമുറയും കാൽവരിയിൽ ഞാൻ ഏകാന്തനാകുമ്പോൾ, അമ്മ തൻ മാധ്യസ്ഥ്യം സ്വർഗത്തിൽ ഇടിനാദം, ആത്മാവിൽ കൃപ തൂകും കനിവിന്റെ തനിരൂപം. അമ്മ തൻ മാധ്യസ്ഥ്യം സ്വർഗത്തിൽ ഇടിനാദം, ആത്മാവിൽ കൃപ തൂകും കനിവിന്റെ തനിരൂപം. ഇരവിൽ പിരിയാതരികിൽ നീ, അമ്മേ മരിയേ മാമരിയേ, ജപമാല മണിയിൽ വിളങ്ങും അമ്മേ. ജപമാല ചൊല്ലുമ്പോൾ ഈശോയെ കണ്ടു ഞാൻ, ഈശോ തൻ സ്നേഹത്താൽ ഉള്ളാകെ നിറഞ്ഞേ. അമ്മ തൻ വാത്സല്യം വാരിപ്പുണർന്നെന്നെ, ജീവിതം ഈശോയ്ക്കായി നൽകിടുവാൻ. ഈ ലോക ജീവിതം ആനന്ദപൂർണമേ, അമ്മ തൻ തണലിലെങ്കിൽ